ഭരണം ആര് വന്നാലും കുഴപ്പമില്ല, പക്ഷെ കാര്യങ്ങൾ നന്നായിട്ട് പോകണം. വേറെ റിലീജിയൻ ആയിട്ടുള്ള സംഭവമൊന്നുമില്ല. മോഹനമായിട്ടുള്ള വാഗ്ദാനങ്ങൾ ആദ്യം പ്രതീക്ഷിക്കാൻ പാടില്ല. ഇരിക്കുക, അതിനുശേഷം കാല് നീട്ടുക, അതായിരിക്കും നമുക്ക് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അഗ്രികൾച്ചറിൽ എങ്ങനെ ചെയ്യാം, ഇൻഡസ്ട്രിയലിൽ എങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ഗവൺമെന്റ് ആയിട്ട് ഒരു മാറ്റം വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ മോഡിഫിക്കേഷൻ ചെയ്യാനുള്ള സാധനങ്ങൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാണ്ട്, അപ്പോൾ അത് വാങ്ങിച്ച് വെക്കണേൽ വലിയ പ്രശ്നമായിട്ടൊന്നും ഞാൻ കാണില്ല. ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതിൽ ഫൈൻ അടക്കണത് അത് മോശം ഏർപ്പാടാണ്. കാലങ്ങളായിട്ട് വെൽഫെയറിന് വളരെയധികം കൊണ്ടു നടക്കുന്നൊരു സ്റ്റേറ്റാണ്. ഒന്നും നിർത്തണ്ട, നമ്മളെല്ലാം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. അതൊക്കെ ശരിക്കും നടത്തിയാൽ മതി എന്നുള്ളതേ ഉള്ളൂ. ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും കോസ്റ്റൽ റൂട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതേപോലൊക്കെ ആവുകയാണെങ്കിൽ കൊള്ളായിരിക്കും, അത് ബെനിഫിഷ്യൽ ആവും. ഇവിടെ സ്ത്രീകൾക്ക് കൊടുത്തതിലും നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് കുറച്ച് എൽഡർലി പീപ്പിൾസിനോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ കൊടുത്തിരുന്നെങ്കിൽ നല്ലതാണ്. ഇപ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസ രംഗം ഒന്ന് പുതുക്കിയാൽ, ആ സിസ്റ്റം ഒന്ന് മാറ്റിയാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച ഒരുപാട് പുതിയ പ്രൊജക്ട്സുകളുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രാഫിൻ പ്രൊജക്ട്സ് എന്നുള്ള പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കംപ്ലീഷൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കേരളത്തിന് നല്ല തുടക്കമായിരിക്കും. എഡ്യൂക്കേഷൻ ലോണൊക്കെ ഒരുപാട് കൊടുക്കണമെന്നുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ KSRTCയിൽ ഫീമെയിൽസിന്, പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞാലും പ്രൈവറ്റുകാർക്ക് ബുദ്ധിമുട്ടാണ്.